ലേസ് പാക്കറ്റുകൾ വിൽക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്രാചീന ഗ്രീസിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? ദിവസം 1. ആ ക്രഞ്ച് ശബ്ദം. ഒരു വലിയ ലേസ് പാക്കറ്റുമായി നിങ്ങൾ ഏതൻസിലെത്തുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അതെന്താണെന്നൊരു പിടിയുമില്ല. നിങ്ങളതൊരാൾക്ക് നൽകുന്നു. അയാളത് കഴിക്കുമ്പോഴുണ്ടാകുന്ന ആ ക്രഞ്ച് ശബ്ദം കേട്ട് ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. വിരലിലെ ആ മാജിക് മസാല നുണയുമ്പോൾ അയാൾ ശരിക്കും ഞെട്ടിപ്പോകുന്നു. ദിവസം 2. ഈ വാർത്ത വളരെ വേഗത്തിൽ പടരുന്നു. കാറ്റ് നിറച്ച സഞ്ചിയിൽ ക്രിസ്പിയായ ഇലകൾ കൊണ്ടുവന്ന ഒരാളെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. അപ്പോഴാണ് വളരെ കർക്കശക്കാരനായ ഒരു സ്പാർട്ടൻ പോരാളി വന്ന് അത് രുചിച്ചു നോക്കുന്നത്. ഉടനെ തന്നെ ആ മുഴുവൻ പാക്കറ്റുകളും തനിക്ക് വേണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നു. ആഴ്ച 1. ബ്ലാക്ക് മാർക്കറ്റ്. നഗരത്തിലെ പുരോഹിതന്മാർ ഇത് നിരോധിക്കുന്നു. ഇതൊരു തട്ടിപ്പാണ്, സഞ്ചിയിൽ പകുതിയും കാറ്റാണ് എന്നവർ ആളുകളോട് പറയുന്നു. എന്നാൽ അന്ന് രാത്രി അതേ പുരോഹിതന്മാർ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് ലേസ് രഹസ്യമായി വാങ്ങി കഴിക്കുകയും അവരുടെ വസ്ത്രത്തിൽ ആ മസാല തുടയ്ക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു. മാസം 1. ചിപ്സിന്റെ തത്വശാസ്ത്രം. നഗരത്തിലെ പകുതി ആളുകളും ഇതിനടിമയായി കഴിഞ്ഞു. മഹാനായ തത്വചിന്തകൻ സോക്രട്ടീസ് നിങ്ങളുടെ അടുത്ത് വരുന്നു. പാക്കറ്റിൽ പകുതി കാറ്റാണെങ്കിലും മനുഷ്യന്റെ മനസ്സ് വീണ്ടും ഇത് ആഗ്രഹിക്കുന്നു. ഇതിനാണോ ആഗ്രഹമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചിപ്സ് എടുത്ത് ചിന്താകുഴപ്പത്തോടെ നടന്നു നീങ്ങുന്നു. മാസം 6. വലിയ രക്ഷപ്പെടൽ. അവസാനത്തെ പാക്കറ്റും നിങ്ങൾ വിറ്റു തീർത്തു. നിങ്ങളുടെ പോക്കറ്റ് നിറയെ ഇപ്പോൾ സ്വർണ്ണമാണ്. ആ പെർഫെക്റ്റ് ക്രഞ്ചിനായി നഗരം മുഴുവൻ അലയുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പതുക്കെ എസ്കേപ്പ് ആകുന്നു.